രാവിലെ ഭാരത് ബന്ദ് ആയിക്കൊണ്ട് അഞ്ജന കണ്ണെഴുതി ടാഗും ഇട്ട് വ്യാവസായിക നഗരം ഉറങ്ങിക്കിടക്കുന്നത് കാണാൻ വേണ്ടി പോവാണ്. പാണ്ടൻപട്ടിയും ടീംസും മാത്രമേ വഴിയിലുള്ളൂ. നോക്കുമ്പോൾ നമ്മുടെ റൈഡർ വന്നിട്ടുണ്ട്. ഉണങ്ങാത്ത കണ്ണുകളുമായിട്ട് അടഞ്ഞു കിടക്കുന്ന കടകൾക്ക് മുമ്പിൽ കൂടെ മന്ദം മന്ദം പൊക്കോണ്ടിരിക്കുകയാണ്. അടഞ്ഞതാണോ അടച്ചതാണോ എന്നറിയത്തില്ല കടകളൊക്കെ കേട്ടോ. ഹെഡിങ് ടു ഇൻഫോ പാർക്ക്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ തടയാം, അങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് തീരുമാനിച്ചിറങ്ങിയേക്കുവാണ്. നമുക്ക് ഇന്ന് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വർക്ക് പ്ലേസിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അതാണ് നമ്മുടെ ബിൽഡിങ്. അവിടെ എത്തണം. അവിടെ എത്താൻ വേണ്ടി വലിയൊരു യു ടേൺ കടക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നീഡ്സ് നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തതെങ്കിലും കുറേയധികം ബുദ്ധിമുട്ട് യാത്രക്കാർക്കും ഹോസ്പിറ്റൽസിൽ പോകുന്നവർക്കും പിന്നെ ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരുപാട് ആൾക്കാർക്ക് KSRTC പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ടുള്ള വണ്ടികളുള്ളവർക്ക് മാത്രമാണ് വരാൻ പറ്റിയത്. നടന്നു വരാൻ പറ്റുന്നവർക്കൊക്കെ മാത്രമാണ് വരാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ കമ്പനി ഭാരത് ബന്ദിനെ പറ്റി ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് നമ്മൾ അതേ ആറ്റിറ്റ്യൂഡ് ഇട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഭാരത് ബന്ദൊക്കെ വെക്കുന്ന സമയത്ത് പ്രൈവറ്റായിട്ടുള്ള വാഹനങ്ങൾ തടയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ന്യൂസിലൊക്കെ കണ്ടു കേട്ടോ. തടയുന്നതൊക്കെ കണ്ടു. ഇന്ന് പകൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്നത് ന്യൂസ് വഴി മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമുക്ക് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നമുക്ക് കുറച്ച് മധുരം കഴിക്കാം. അങ്ങനെ മധുരക്കിഴങ്ങും മീൻകറിയൊക്കെ കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കിയിട്ടുണ്ട്. നേരെ ഓഫീസിൽ വന്നു. അധികം ആബ്സെൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഹോസ്റ്റൽസും വീടൊക്കെ അടുത്തുള്ളവരൊക്കെ നടന്നു. പിന്നെ വണ്ടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വർക്കിന് മാത്രം മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്തു. ഏകദേശം ഉച്ചയാവാറായി. വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും സ്വന്തമായിട്ടുണ്ടാക്കിയ എഗ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വന്ന കഥകളൊക്കെ സംസാരിച്ചു. ഉച്ചയ്ക്ക് കുറേ നേരം റിലാക്സ് ആയിട്ട് സിനിമയൊക്കെ കണ്ടിരുന്നിട്ട് അട്ടിക്കപ്പിയാരെ കൂട്ടമണി അതായിരുന്നു സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ താഴേക്ക് ദിങ്ങനെ നോക്കും. നമ്മൾ 9th ഫ്ലോറിലാണ് കേട്ടോ. ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വലിയ എന്തോ ഉയരത്തിലാണെന്ന്. പക്ഷേ വീട്ടിൽ പോകണമെങ്കിൽ ഇതേപോലെ നിലത്തിറങ്ങണം. ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോയിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട്. ബീഫ് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ചായയൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയും മഞ്ഞൊക്കെ ആയിട്ട് പ്രകൃതി അതിമനോഹരമായിട്ട് മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ബന്ദിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആവാറായല്ലോ. അങ്ങനെ കടകളൊക്കെ തുറന്നു നമ്മൾ വരുന്ന വഴിക്കൊക്കെ. അങ്ങനെ കാക്കനാടത്തെ ബന്ദ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാവേ. ബൈ.